ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് UAE-യിലെത്തി. പ്രധാനമന്ത്രി UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുകയും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ അറിയിക്കുകയും ചെയ്തു. UAE-യിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട UDF നേതൃയോഗം നാളെ വീണ്ടും ചേരും. രാജ്യത്തെ മൊത്തം കയറ്റുമതി ഏപ്രിൽ മാസത്തിൽ 80.8 ബില്യൺ $ലെത്തിയതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 13.6% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. മികച്ച കയറ്റുമതിയും ഉൽപ്പാദന മേഖലയുടെ സ്ഥിരതയാർന്ന പ്രകടനവുമാണ് നേട്ടത്തിന് കാരണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. വ്യാജ പരസ്യങ്ങൾ നൽകിയതിന് രാജസ്ഥാനിലെ 2 കോച്ചിംഗ് സ്ഥാപനങ്ങൾക്കെതിരെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പിഴ ചുമത്തി. മോഷൻ എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന് 10 ലക്ഷം രൂപയും സിക്കാറിലെ കരിയർ ലൈൻ കോച്ചിങ്ങിന് 5 ലക്ഷം രൂപയും പിഴ ചുമത്തിയതായി കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക. കേരളത്തിൽ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. 4,14,456 കുട്ടികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻ വർഷത്തേക്കാൾ നേരിയ കുറവ് ഉണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ലയും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. SEI പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തി. ജൂൺ അവസാനത്തോടെ പരീക്ഷാഫലം പ്രഖ്യാപിക്കും. SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഉപരിപഠനത്തിന് അർഹത നേടാൻ സാധിക്കാത്ത കുട്ടികൾ വിഷമിക്കരുതെന്നും ജീവിത വിജയം എന്നത് പരീക്ഷയിലെ മാത്രം വിജയമാണെന്ന് കരുതരുതെന്നും അദ്ദേഹം പറഞ്ഞു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും അഭിനന്ദനം നേർന്നു. 2026 കോമൺവെൽത്ത് ഗെയിംസിനായുള്ള ഇന്ത്യയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. യോഗത്തിൽ കായിക താരങ്ങളുടെ മുന്നൊരുക്കങ്ങൾ അദ്ദേഹം വിലയിരുത്തി. താരങ്ങളുടെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരളത്തിൽ കാലവർഷം ഈ മാസം 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റിൽ ലക്നൗ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ 12 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 91 റൺസ് എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ ലക്നൗ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ മൊബൈൽ പാസ്പോർട്ട് സേവാ വാൻ ഈ മാസം 19 മുതൽ 21 വരെ പത്തനംതിട്ട സീതത്തോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിന്യസിക്കും. അപേക്ഷകർക്ക് www.passportindia.gov.in എന്ന വെബ്സൈറ്റ് വഴി മൊബൈൽ പാസ്പോർട്ട് സേവാ വാനിലേക്കുള്ള അപ്പോയിൻമെൻറ്റുകൾ ബുക്ക് ചെയ്യാം. കുടുംബങ്ങളെ ബാധിക്കുന്ന സാമൂഹികവും ജനസംഖ്യാപരവും സാമ്പത്തികവുമായ ഘടകങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് അന്താരാഷ്ട്ര കുടുംബ ദിനം ആചരിച്ചു. കുടുംബങ്ങൾ, അസമത്വങ്ങൾ, കുട്ടികളുടെ ക്ഷേമം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ച് സുപ്രീം കോടതി. വെർച്വൽ ഹിയറിംഗ്, ജഡ്ജിമാർക്കായി കാർ പൂളിംഗ് സംവിധാനം, രജിസ്ട്രി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം തുടങ്ങിയ നടപടികളാണ് സുപ്രീം കോടതി സ്വീകരിക്കുന്നത്. ആകാശവാണി 90ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ മറ്റന്നാൾ നടക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.